ഇന്നത്തെ ജനറേഷനിൽ വിവാഹങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരുപാട് ആൺകുട്ടികൾ വിവാഹപ്രായം കഴിഞ്ഞിട്ടും കല്യാണം നടക്കാണ്ട് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ കിട്ടാതെ ഒരുപാട് ആൺകുട്ടികൾ നിൽപ്പുണ്ടല്ലേ. അപ്പം അവരുടെ അടുത്ത് എന്താ കല്യാണം നടക്കാത്ത എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർ പൊതുവെ പറയുന്ന ഒരു കാര്യം, അതിങ്ങനെ നടക്കാൻ എല്ലാ പെൺകുട്ടികൾക്കും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ മതിയല്ലോ, നമ്മളെയൊക്കെ ആർക്ക് വേണം എന്ന ഒരു കമൻറ്റ് പറയും. എന്താ പെൺകുട്ടികളോട് ചോദിക്കുകയാണ്, പെൺകുട്ടികളില്ലാഞ്ഞിട്ടല്ല, ഇഷ്ടംപോലെ കുട്ടികളുണ്ട്, പക്ഷെ അവരുടെ അടുത്ത് ചോദിക്കുകയാണ് എന്താണ് ഇത്രയും പ്രായമായിട്ട് വിവാഹം കഴിക്കാത്തത് എന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് എന്താണ്, കുറച്ചുകൂടി സമയമാവട്ടെ കുറച്ചും കൂടി ഒന്ന് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കിട്ടട്ടെ എന്നൊക്കെ പറയും. വിവാഹം കഴിക്കാതെ എന്താ ജീവിച്ചൂടെ, അങ്ങനെയൊക്കെയാണ് പറയുന്നത് അല്ലേ. ഇപ്പോഴത്തെ ജനറേഷനിലെ പെൺകുട്ടികൾ അങ്ങനെ പറയും, എന്താ വിവാഹം കഴിക്കണം എന്താ നിർബന്ധം, അങ്ങനെ കുറേ പറയും. അപ്പോൾ നമ്മൾ പൊതുവെ അത്തരം മറുപടികൾ കേൾക്കുമ്പോഴത്തേന് എന്താ പറയുക, എന്താ ഒരു അഹങ്കാരി എന്നുള്ള രീതിയിലാണല്ലേ. അഹങ്കാരം പിടിച്ച ഒരു ജനറേഷനാണ് ഇന്നത്തെ പെൺകുട്ടികൾ എന്ന് പറയും. പണ്ടത്തെ പെൺകുട്ടികളുടെ ഒരു ഇതല്ല എന്ന് പറയും. എന്നാൽ സത്യത്തിൽ അഹങ്കാരം കൊണ്ടാണോ അങ്ങനെ, അല്ലെങ്കിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ മാത്രമേ കല്യാണം കഴിക്കൂ എന്നൊരു പിടിവാശി കൊണ്ട് തന്നെയാണോ ഇന്നത്തെ ജനറേഷനിലെ പെൺകുട്ടികൾ വിവാഹം കഴിക്കാൻ താമസിക്കുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എനിക്ക് മനസ്സിലായിടത്തോളം, അല്ലെങ്കിൽ എനിക്ക് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഒരിക്കലും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല പെൺകുട്ടികൾ കാത്തു നിൽക്കുന്നത്. ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നല്ല പയ്യന്മാരെ, അതായത് കാണാൻ കൊള്ളാവുന്ന പയ്യൻ എന്നല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയുക കാശുകാരായിട്ടുള്ളത്, അങ്ങനെയൊന്നും അല്ല ഇന്നത്തെ ജനറേഷനിലെ പെൺകുട്ടികൾ ആഗ്രഹിക്കുന്നത്. നമുക്ക് പറ്റുന്ന നല്ലൊരു ഫ്രണ്ടായിട്ട്, നമ്മൾ എല്ലാ അർത്ഥത്തിലും, ഞാൻ ഭർത്താവും നീ ഭാര്യയും, നീ എനിക്ക് കീഴ്പ്പെട്ട് ജീവിക്കണം എന്നാഗ്രഹിക്കാത്ത ഒരു ജനറേഷനാണ്. അപ്പോൾ ഭർത്താവിന് ഇന്നത്തെ ജനറേഷനിൽ നമ്മൾ കാണുന്ന വിവാഹം കഴിഞ്ഞ ആളുകൾ എടാപോട ബന്ധാണല്ലേ, അത്രയും ഒരു ഫ്രീഡമാണ് പെൺകുട്ടികൾ ആഗ്രഹിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്നറിയോ, അത്രയും ഒരു ഫ്രീഡം ആഗ്രഹിച്ച ഒരു ജനറേഷനിലേക്ക് എത്തിയത് എന്തുകൊണ്ടാണെന്നറിയോ, എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഞാൻ പറയട്ടെ. അതായത് ഇന്നത്തെ ജനറേഷനിലെ പെൺകുട്ടികൾ എഡ്യൂക്കേറ്റഡ് ആണ്, അതുപോലെ ഫിനാൻഷ്യൽ ഫ്രീഡം ഉള്ളവരാണ്. മിക്ക പെൺകുട്ടികളും ഫിനാൻഷ്യൽ ഫ്രീഡം ഉള്ളവരാണ്. അവർ ഗവൺമെൻറ് ഒന്നുമല്ല, അവർ സ്വന്തമായിട്ട് ജോലി, ഇപ്പം അതൊക്കെ വിദ്യാഭ്യാസം ഇല്ല അല്ലെങ്കിൽ നല്ലൊരു ജോലി കിട്ടിയില്ലെങ്കിൽ പോലും ഒരു എവിടെ ഒരു എന്താ പറയുക, ഒരു സെയിൽസ് ഗേളായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയെങ്കിലും ജോലി ചെയ്ത് സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കുന്ന പെൺകുട്ടികളാണ്. പൈസ ഉണ്ടാക്കി അവരുടേതായ രീതിയിൽ അത് ചിലവഴിച്ചും കൂടി ജീവിക്കുന്ന ഒരു ജനറേഷനാണ് ഇന്നത്തെ ജനറേഷനിലെ പെൺകുട്ടികൾ. അതെന്താ അവരങ്ങനെ ചെയ്യുന്നതെന്ന് പറയട്ടെ. കുറച്ച് കുട്ടികൾ, ഇന്നത്തെ ജനറേഷനിലെ പെൺകുട്ടികൾ എന്ന് പറയുന്നത് അവരുടെ അമ്മമാരും അല്ലെങ്കിൽ അമ്മൂമ്മമാരും മുതുമുത്തശ്ശിമാരും, ആ ഒരു ജനറേഷനൊക്കെ നോക്കുകയാണെങ്കിൽ, മുതുമുത്തശ്ശിമാരുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവരുടെയൊക്കെ എഡ്യൂക്കേഷൻ വളരെ കുറവായിരുന്നു. അവരൊക്കെ പഠിച്ചു വരുന്ന പ്രായത്തിൽ തന്നെ അവരൊക്കെ പിടിച്ച് കെട്ടി, ഇത്രയൊക്കെ പഠിച്ചാൽ മതി, 18 വയസ്സ് തികയുന്നതിന് മുമ്പ് കെട്ടിച്ചിരുന്നൊരു കാലമുണ്ടല്ലേ. അപ്പോൾ അവർക്ക് അവരുടെ ഒരു അറിവെന്ന് പറഞ്ഞാൽ, പെൺകുട്ടികളെന്ന് പറഞ്ഞാൽ വിവാഹം കഴിച്ച് വീട്ടുകാരെ നോക്കി, മക്കളുടെ കാര്യം നോക്കി, വീട്ടിലെ പ്രായമുള്ളവർ നോക്കി, അടുക്കള നോക്കി ജീവിക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ ചെറുതിലെ മുതൽ നീ പഠിച്ചിട്ട് എന്തിനാണ് അടുക്കളയിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ പാചകങ്ങളും ഭർത്താവിനെയും കുട്ടികളെയും നോക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളാണ് നീ മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്ത് വളർത്തിയതാണ് അന്നത്തെ കാലത്തെ പെൺകുട്ടികളെ. അപ്പോൾ അവർ പഠിച്ച് തുടങ്ങുന്ന സമയമാകുമ്പോൾ തന്നെ, പഠിക്കണമെന്നുള്ളൊരാഗ്രഹം വരുന്നതിന് മുമ്പ് തന്നെ അവരൊക്കെ പിടിച്ച് കെട്ടിച്ചിട്ടുണ്ടാകും, മക്കളുണ്ടായിട്ടുണ്ടാകും, കുടുംബം പ്രാരാബ്ദം അങ്ങനെ പോയിട്ടുണ്ടാകും. അവരുടെ ഉള്ളിൽ ഒരുപാട് ആഗ്രഹങ്ങളും മോഹങ്ങളും ഉണ്ടാകും. ചിലപ്പോൾ അതൊന്നും ചിന്തിക്കാനുള്ള സമയം പോലെ അവർക്ക് കിട്ടിയിട്ടും ഉണ്ടാവില്ല. അതുപോലെ തിരക്ക് പിടിച്ച്, കാരണം കൂട്ടുകുടുംബമൊക്കെ ആയിരുന്നല്ലേ. അപ്പോൾ പെണ്ണുങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ജനറേഷൻ പെൺകുട്ടികൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അന്നത്തെ അമ്മമാർ അനുഭവിച്ച ആ ഒരു കാലഘട്ടം. പക്ഷെ അവരൊക്കെ സന്തോഷത്തോടു കൂടി തന്നെയാണ് അതൊക്കെ ചെയ്തിട്ടുള്ളതെന്ന് തോന്നും. കാരണം ഇതെൻ്റെ കർത്തവ്യമാണ് എന്നുള്ള രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. പിന്നത്തെ ജനറേഷൻ വന്നപ്പോഴത്തേക്കിന് ഈ അമ്മമാർ അവരുടെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ ഗുണങ്ങൾ. പഠിക്കണം, പഠിച്ച് ജോലി വേണം, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് വളർത്തി. അങ്ങനെ വളർത്തിയത് കൊണ്ട് ആ അമ്മമാർ, പിന്നെ വളർത്തിയത് കൊണ്ട് മാത്രമല്ല, സ്വന്തം അമ്മമാരുടെ കഷ്ടപ്പാടുകളും കണ്ട് വളർന്ന പെൺകുട്ടികൾ എനിക്ക് വിദ്യാഭ്യാസം വേണം, എനിക്ക് പഠിക്കണം, എനിക്ക് അമ്മയെപ്പോലെ ആവാൻ പാടില്ല, അമ്മയുടെ സങ്കടങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരികയെന്ന് വിചാരിച്ച് പഠിച്ചു, നന്നായിട്ട് പഠിക്കാൻ ശ്രമിച്ചു. എന്നാലും പഠിച്ച് തീർന്ന ഉടനെ അവരെ പിടിച്ച് കെട്ടിക്കുന്ന ഒരു ജനറേഷനായിരുന്നു, കാലഘട്ടമായിരുന്നു അതല്ലേ.
പഠിച്ച് തീരാൻ നോക്കി. എനിക്ക് പഠിച്ചു, എനിക്ക് ഇഷ്ടമുള്ളിടത്തോളം പഠിച്ചു എന്ന് പറയും. മിക്കവാറും ഒരു ഡിഗ്രി ലെവലൊക്കെ എത്തുന്ന സമയത്ത് തന്നെ പിടിച്ച് കെട്ടിച്ചിട്ടുണ്ടാവും. ജോലി അത് പിന്നെയും നോക്കാമല്ലോ, വിവാഹത്തിന് ശേഷവും നോക്കാമല്ലോ, വിവാഹത്തിന് ശേഷം ഇനി കണ്ടിന്യൂ ചെയ്ത് പഠിക്കണമെങ്കിൽ പഠിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് പിടിച്ച് കെട്ടിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, അന്ന് ആ സമയത്തൊക്കെ ആ പ്രായം എന്ന് പറഞ്ഞാൽ വിവാഹ സ്വപ്നങ്ങൾ, പെൺകുട്ടികളുടെ മനസ്സിൽ തന്നെ വിവാഹ സ്വപ്നങ്ങളാണ് അമ്മമാർ കൂടുതലായിട്ടും അല്ലെങ്കിൽ അന്നത്തെ സമൂഹം കൊടുത്തിരുന്നത്. വിവാഹം കഴിക്കുക എന്നൊരു സ്വപ്നമായിരിക്കും കൂടുതൽ പെൺകുട്ടികളുടെ മനസ്സിൽ. അപ്പോൾ ആ ഒരു പ്രായമാകുമ്പോൾ, പ്രായമാകുമ്പോൾ കല്യാണം നടത്തി അങ്ങനെ അങ്ങ് പോകുന്നു. വിദ്യാഭ്യാസമുണ്ട്, പക്ഷേ എന്താ കാര്യം, കല്യാണം കഴിഞ്ഞു ഉടനെ കുട്ടികളായി, കുടുംബ പ്രാരാബ്ദങ്ങളായി, വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പിന്നീടാണ് അവർക്ക് മനസ്സിലായത് പഠിച്ചാൽ മാത്രം പോരായിരുന്നു, ജോലി കൂടി വേണമായിരുന്നു എന്ന് മനസ്സിലായത്. അപ്പോൾ ആ അമ്മമാർ അവരുടെ മക്കളായപ്പോൾ, അവരുടെ കുട്ടികളായപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുത്തു, പഠിച്ചാൽ മാത്രം പോരാ, വിവാഹമല്ല ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം, പിന്നെന്താണ്, ഒരു ജോലി നേടുക, നീ സ്വന്തം കാലിൽ നിൽക്കുക, അതാണ് വേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തു വളർത്തി. അപ്പോൾ അവർ ആ ജനറേഷനിലെ കുട്ടികൾ അത് പറഞ്ഞു കൊടുത്ത് വളർത്തിയത് മാത്രമല്ല, അവരത് കണ്ടും മനസ്സിലാക്കി, അമ്മയുടെ സങ്കടങ്ങളൊക്കെ കണ്ടും മനസ്സിലാക്കി അവർ പഠിച്ചു, ജോലി വാങ്ങിച്ചതിന് ശേഷം മാത്രം കല്യാണം കഴിക്കാനായിട്ട് സമ്മതിച്ചു. ജോലി വാങ്ങിച്ചതിന് ശേഷം കല്യാണവും നടത്തി. വീണ്ടും അവസ്ഥ അത് തന്നെ. കാരണം എന്താ, ഒരു കുട്ടിയായി കഴിയുമ്പോൾ ചിലരൊക്കെ അതിനെ അതിജീവിച്ചിട്ടുണ്ട് കേട്ടോ. കുട്ടികളുണ്ടായാലും ആ സമയത്ത് മാത്രം ലീവ് എടുത്ത് അല്ലെങ്കിൽ അതിനുശേഷം അപ്പോൾ ഒരുമാതിരി ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉള്ള കുടുംബമാണെങ്കിൽ, അതുപോലെ തന്നെ ഹസ്ബൻഡ് അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ കുടുംബം നല്ലതുപോലെ അത് മനസ്സിലാക്കുന്ന കുടുംബമൊക്കെ ആണെങ്കിൽ വീട്ടിലുള്ളവർ കുഞ്ഞിനെ നോക്കും, ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുമെങ്കിൽ നമുക്കും ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു സെർവൻറ്റിനെ നിർത്താനൊക്കെ പറ്റുന്ന ഒരു ഫിനാൻഷ്യൽ ഇതുണ്ടെങ്കിൽ, ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അതല്ലാത്ത സ്ത്രീകൾ വീണ്ടും പെട്ടുപോകും അല്ലേ. ഒരു സെർവൻറ്റിനെ നിർത്തി കുട്ടികളെ നോക്കാൻ അല്ലെങ്കിൽ പേരൻസിനെ ഒന്നും നോക്കാനായിട്ടൊന്നും പറ്റില്ല. അതിനെക്കാട്ടും നല്ലത് ഞാൻ വീട്ടിലിരിക്കുന്നതാണ് എന്ന് വിചാരിച്ചിട്ട് പഠിച്ചിട്ടും ജോലി വാങ്ങിച്ചിട്ടും ആ ജോലി റിസൈൻ ചെയ്ത് കുടുംബത്തിന് വേണ്ടിയിട്ട് സമയം ചെലവഴിച്ചു. അപ്പോഴും അവരുടെ ജീവിതം അങ്ങനെ തന്നെ. അവരുടെ സ്വപ്നങ്ങളെല്ലാം വിവാഹത്തിന് ശേഷം, പഠിക്കേണ്ട കാലത്ത് പഠിച്ചു, പിന്നെ വിവാഹത്തിന് വേണ്ടി ജോലിക്ക് പോയി എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അത് കല്യാണത്തിൻ്റെ സ്വപ്നങ്ങൾ അത് കൂടുതൽ അച്ഛനമ്മമാരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ അവർ സമ്പാദിച്ചിട്ടുണ്ടാകും. കല്യാണത്തോടുകൂടി അവരുടെ സമ്പാദ്യങ്ങളൊക്കെ അവിടെ തീർന്നിട്ടുണ്ടാകും. വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് വന്നപ്പോൾ കുട്ടിയായിട്ടുണ്ടാവാം. അതോടുകൂടി തന്നെ അവരുടെ കയ്യിലെ ബാങ്ക് ബാലൻസ് തീർന്നിട്ടുണ്ടാകും. വീണ്ടും ജോലിക്ക് പോകാൻ സാധിച്ചിട്ടുണ്ടാവില്ല. പിന്നെ കുട്ടികളുടെ കാര്യമായി, പിന്നെ കുട്ടികളുടെ ആഗ്രഹങ്ങൾക്കായിരിക്കും എല്ലാവരും മുൻഗണന കൊടുക്കുന്നത് അല്ലേ. നമ്മുടെ ആഗ്രഹങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യം അവിടെ ഉണ്ടായിരിക്കില്ല. അപ്പോഴും ആ അമ്മമാരും നിരാശയിലൂടെ തന്നെയാണ് കടന്നു പോയിട്ടുള്ളത്. സ്വപ്നങ്ങളൊക്കെ അവരുടെ മനസ്സിലൊതുക്കിയാണ് ജീവിച്ചിട്ടുള്ളത്. പിന്നീട് വന്ന ജനറേഷൻ, അതായത് ഇന്നത്തെ ജനറേഷനിലെ പെൺകുട്ടികൾ കുറച്ച് സ്മാർട്ടായി, ഓവർ സ്മാർട്ടാണ് എന്നൊക്കെ പറയാൻ കാരണം, പണ്ടൊക്കെ അമ്മമാർ മക്കളോട് ഓരോ കാര്യങ്ങൾ, അവരുടെ വിഷമങ്ങൾ പറഞ്ഞു കൊടുത്ത് അമ്മമാരുടെ വിഷമങ്ങൾ കണ്ട് മനസ്സിലാക്കിയാണ് ജീവിച്ചിരുന്നെങ്കിൽ, ഇന്നത്തെ ജനറേഷനിലെ കുട്ടികൾക്ക് ആരും പറഞ്ഞു കൊടുക്കണ്ട. ഓരോ ജനറേഷനിലെയും സ്ത്രീകൾ അല്ലെങ്കിൽ അമ്മമാർ അനുഭവിച്ച ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും വിഷമങ്ങളും എല്ലാം സ്വന്തം വിരൽത്തുമ്പിൽ ഒരു മൊബൈൽ ഫോണിലൂടെ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലൂടെ ചെറിയ പ്രായത്തിൽ തൊട്ട് അറിഞ്ഞും മനസ്സിലാക്കിയും ജീവിച്ചു വളർന്ന കുട്ടികളാണ് ഇന്നത്തെ ജനറേഷൻ പെൺകുട്ടികൾ. അവരുടെ മനസ്സിൽ ഒരിക്കലും വിവാഹം എന്ന് പറഞ്ഞാൽ അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് അവരുടെ മനസ്സിൽ, മിക്ക സ്ത്രീകളുടെ മനസ്സിൽ ഉണ്ടാവില്ല, പെൺകുട്ടികളുടെ മനസ്സിൽ ഉണ്ടാവില്ല. കാരണം വിവാഹത്തിന് മുൻപ് പുറകെ നടക്കുന്ന ഒരു കാമുകനാണെങ്കിൽ പോലും വിവാഹത്തിന് ശേഷം അവളെ വെറും ഭാര്യയായിട്ടാണ് കാണുന്നത്. കുടുംബം നോക്കുന്ന ഒരു യന്ത്രമായി മാത്രമാണ് കാണുന്നതെന്ന് ഒരു ധാരണ അവരുടെ മനസ്സിൽ ഉറച്ചു പോയിട്ടുണ്ട്. അവരുടെ മനസ്സിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ആണുങ്ങൾ എങ്ങനെയാണ് പണം ചിലവാക്കി അവരുടെ ഇഷ്ടങ്ങളനുസരിച്ച് ജീവിക്കുന്നത്, അതുപോലെ തന്നെ സ്വന്തം പൈസ കൊണ്ട് സ്വന്തം മാതാപിതാക്കളെ നോക്കാനും, അതുപോലെ നമുക്കൊരു എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ മറ്റൊരാളുടെ മുമ്പിൽ കെഞ്ചാതെ ജീവിക്കാനും, അതൊക്കെ ആയിരിക്കും ഒരു പെണ്ണിൻ്റെ മനസ്സിൽ, ഇന്നത്തെ ജനറേഷൻ ഒരു പെൺകുട്ടിയുടെ മനസ്സിലുണ്ടാവുക. അതുപോലെ തന്നെ വിവാഹത്തിന് മുമ്പ് അല്ലെങ്കിൽ സ്വന്തമായിട്ട് പണം കണ്ടെത്തുന്നതിന് മുമ്പ് അച്ഛനമ്മമാരുടെ പൈസ കൊണ്ട് ഒരുപാടൊന്നും അവർക്ക് എന്താ പറയുക പണം ചിലവാക്കിയ ഇഷ്ടങ്ങളൊക്കെ സാധിക്കാനൊന്നും സാധിച്ചിട്ടുണ്ടാവില്ല. സ്വന്തമായി ജോലി ചെയ്ത് കിട്ടുന്ന പൈസ കൊണ്ട് അവരെന്തൊക്കെ വാങ്ങണം, എന്തൊക്കെ നേടണമെന്ന് ആഗ്രഹിച്ചോ അതൊക്കെ നേടിയെടുത്തുകൊണ്ട് ജീവിക്കുന്ന ഒരു ജനറേഷനാണ് ഇന്നത്തെ പെൺകുട്ടികൾ. അതുപോലെ തന്നെ അവരൊരിക്കലും പേരൻസിനോടോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് സ്നേഹമില്ലാത്തവരല്ല. സ്വന്തം പൈസ കൊണ്ട് അവർക്ക് ഒരു
സാരിയോ അച്ഛനൊരു ഷർട്ടോ ഒക്കെ വാങ്ങിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികളൊക്കെ തന്നെയാണ്. പക്ഷെ അവർക്കറിയാം വിവാഹത്തിന് ശേഷം ചിലപ്പോൾ ഇതൊന്നും സാധിച്ചു എന്ന് വരില്ല. ശരിയാണ്, ഞാൻ ഇത്രയൊക്കെ ആയി, അപ്പോൾ എനിക്ക് വിവാഹത്തിന് ശേഷം ഞാൻ സ്റ്റേണായിട്ട് നിൽക്കും, ഞാൻ ജോലിക്ക് പോകും എന്നൊക്കെ പറഞ്ഞാലും ചിലപ്പോൾ ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് ഒരിക്കലും ചിലപ്പോൾ വീട്ടുകാർ നിർദ്ദേശിച്ചിട്ടായിരിക്കില്ല. കുട്ടിയായി അല്ലെങ്കിൽ വീട്ടിൽ വയ്യാത്തവരുണ്ടാവും. അപ്പോൾ അവരുടെ കാര്യങ്ങൾ ഞാൻ നോക്കേണ്ടി വരുമ്പോൾ എനിക്കെൻ്റെ ജോലി ഉപേക്ഷിക്കേണ്ടി വരും. എനിക്ക് ജോലി ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ എന്നെ എൻ്റെ ഭർത്താവ് നോക്കില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ ഇഷ്ടങ്ങളൊന്നും പിന്നീട് മാറ്റി വെക്കേണ്ടി വരും എന്ന് ഇന്നത്തെ ജനറേഷൻ അറിയാം. അത് അവർ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ മനസ്സിലാക്കിയ കാര്യമല്ല. ഇത്രയും കാലഘട്ടത്തിലെ സ്ത്രീകളും അമ്മമാരും അനുഭവിച്ച വിഷമങ്ങൾ കേട്ടറിഞ്ഞ് മനസ്സിലാക്കി അവരുടെ ഉള്ളിൽ ഉറഞ്ഞു പോയൊരു സത്യമാണ് അല്ലേ? ശരിയാണെന്ന് തോന്നുന്നില്ലേ? ശരിയാണത്. അങ്ങനെ ആവാം ഇന്നത്തെ ജനറേഷൻ ഇങ്ങനെ ആയത്. വിവാഹം കഴിച്ചില്ലെങ്കിലും ജീവിക്കാം, ഒരു ലൈഫ് പാർട്ട്ണർ അല്ലെങ്കിൽ ഒരു പുരുഷൻ കൂടെ വേണമെന്ന് നിർബന്ധമില്ല എന്നൊക്കെ ഒരു നിലയിലേക്ക് എത്തിയത്. പിന്നെ നോക്കുമ്പോൾ ഇൻ്റർനെറ്റിൻ്റെ ഒരു കടന്നുവരവ് ഇതിനെല്ലാം അതിനാക്കം കൂട്ടി എന്ന് പറയാം. കാരണം എല്ലാ സന്തോഷവും ഇൻ്റർനെറ്റിൽ നിന്നും കിട്ടുന്ന ഒരു കാലമാണല്ലോ. പിന്നെ അങ്ങനെ ഒരു എന്താ പറയുക, പിന്നെ വിവാഹമല്ലാത്ത ജീവിതം, ലിവിങ് ടുഗദർ അങ്ങനെയൊക്കെ ഒരു ലൈഫിലേക്ക്. കാരണം വിവാഹം കഴിച്ചാലും ഡിവോഴ്സ്, അപ്പോൾ പിന്നെ വിവാഹം കഴിക്കാതിരിക്കുന്നതല്ലേ, എന്തായാലും കുറച്ച് നാൾ ജീവിച്ചിട്ട് പോവാം എന്നുള്ളൊരു ഇതിലേക്കും കൂടെ അത് ആ ഒരു തെറ്റായ ഒരു ചിന്താഗതി അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ ഒരു അടിത്തറ അല്ലെങ്കിൽ ഒരു അടുപ്പം ഇല്ലായ്മയിലേക്കും കൂടെ ഇത്തരത്തിലുള്ളൊരു സാഹചര്യം കൊണ്ടെത്തിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതിൽ നിന്നൊരു മാറ്റം ഉണ്ടായാൽ മാത്രമേ നമ്മുടെ ഒരു കേരളത്തിൻ്റെ നമ്മുടേതായ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക്, ഒരു കുടുംബത്തിൻ്റെ അച്ചടക്കത്തിലേക്ക് വീണ്ടും തിരിച്ച് നമ്മുടെ ജനറേഷൻ എത്തുകയുള്ളൂ. അങ്ങനെ എത്തണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ഇന്നത്തെ ജനറേഷനിലെ ആൺകുട്ടികൾ സ്മാർട്ടാണ് കേട്ടോ. അവർ കുറച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്, കുറേയൊക്കെ അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർ അണ്ടർസ്റ്റാൻഡിങ് ആവുക. ഇന്നത്തെ ജനറേഷനിലെ പെൺകുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക, ഞാൻ നിനക്ക് ഒപ്പമുണ്ട്. ഒരിക്കലും ഞാൻ പഴയ ജനറേഷനിലെ ആണുങ്ങളെ പോലെ ആവില്ല. ഇപ്പോൾ നീ ജോലിക്ക് പോയാലും നിനക്ക് ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിനക്ക് പോവാം. നിനക്ക് ഒപ്പം വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഞാനും ഉണ്ടാവും. ഞാനും ജോലിക്ക് പോകുന്നു, നീനും ജോലിക്ക് പോകുന്നു. നീ മാത്രമായിട്ട് വീട്ടുജോലി ചെയ്യേണ്ട കാര്യമില്ല. ഞാനും ഹെൽപ്പ് ചെയ്യുകയല്ല, നമ്മൾ രണ്ടുപേരുടെയും ഉത്തരവാദിത്തമാണ്. മക്കളെ നോക്കുന്നതും ജോലിക്ക് പോകുന്നതും എല്ലാം വീട്ടുകാര്യങ്ങൾ. അപ്പോൾ നമ്മൾ രണ്ടുപേരോട് ഷെയർ ചെയ്യും. ഇനി നിനക്ക് മക്കളെയും വീട്ടിലെ കാര്യങ്ങൾ നോക്കി ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ല, വീട്ടിലിരിക്കേണ്ട സിറ്റുവേഷനാണ് വൈഫിനെങ്കിൽ അവൾക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാനും അവളുടെ, ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ അമ്മമാരൊക്കെ കീറി പറഞ്ഞ നൈറ്റിയും ഒക്കെ ഇട്ടുകൊണ്ട് ഒരു നൈറ്റി ഇട്ടുകൊണ്ട് വർഷങ്ങളോളം ജീവിക്കുന്ന അമ്മമാർ ഇന്നുമുണ്ട്. ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം മക്കൾക്ക് എന്ത് കിട്ടിയാലും മക്കൾക്കായിക്കോട്ടെ, എനിക്കിപ്പോൾ വേണ്ട എന്നൊരു മാറ്റി വയ്ക്കുമല്ലേ. അപ്പോൾ നമ്മുടെ ജനറേഷനിലെ പെൺകുട്ടികൾ അവർക്ക് ജോലിക്ക് പോകാനായിട്ട് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതവരുടെ കഴിവുകളോ നിനക്ക് പറ്റുന്നില്ലെങ്കിൽ ഞാനെന്ത് ചെയ്യാനാ എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിൽ കാണാതെ അവർക്ക് ഈ വസ്ത്രം മുഷിഞ്ഞ് കുറേ നാളായാലും ഒന്ന് മേടിക്കണമായിരുന്നു ആഗ്രഹിച്ച് തുടങ്ങുന്ന അതേ സമയത്ത് തന്നെ അവളെ കൊണ്ട് പുറത്ത് പോയി അവൾക്ക് ഇഷ്ടപ്പെട്ടത് വാങ്ങിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഇത്ര നാളായി വീട്ടിൽ തന്നെ അടച്ചു പൂട്ടിയിടുന്നു, ഒന്ന് പുറത്ത് പോകണം എന്നാഗ്രഹിച്ച് തുടങ്ങുമ്പോൾ തന്നെ നമുക്കൊന്ന് പുറത്ത് പോകാം, ഇന്ന് നീ കുക്ക് ചെയ്യണ്ട, നീ കുറേ നാളായില്ലേ, നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം എന്ന് പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ട് പുറത്ത് പോവുക. അവൾക്ക് ഒന്ന് കേട്ടിരിക്കണം. എൻ്റെ ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊന്ന് കൂടെ ഇരിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മതി ഒരു സ്ത്രീക്ക്. ഇതിൽ കൂടുതലൊന്നും അല്ലാണ്ട് ഗവൺമെൻറ് ജോലിയോ അതൊന്നും അല്ല. പിന്നെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അതിനകത്ത് സ്ത്രീകൾ നോക്കും. അത് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് 2 പേർക്കും ജോലിക്ക് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ 2 പേർക്കും ജോലിക്ക് പോകാൻ പറ്റുന്നവർ അങ്ങനെ പോവുക. അതിൽ ഒരാൾക്ക് പറ്റുന്നുള്ളൂവെങ്കിൽ കഴിവതും 2 പേരും കൂടെ നമ്മുടെ കിട്ടുന്ന പൈസ 2 പേരും കൂടെ മാനേജ് ചെയ്യുക. അവൾക്കും അതിനുള്ള കഴിവുണ്ട്. എനിക്ക് മാത്രമല്ല എൻ്റെ കയ്യിലിരിക്കുന്ന പൈസ മാനേജ് ചെയ്യാനുള്ള കഴിവ് അവൾക്കും ഉണ്ട്. നമുക്ക് വരവ് ഇത്രയാണ്, നമ്മുടെ ചിലവ് ഇത്രയാകുന്നു എന്ന് അവൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ അവളും അടുത്ത മാസം ചിലവ് ചുരുക്കാൻ, ഒരു പക്ഷേ സ്ത്രീകൾക്കാണ് ചിലവ് ചുരുക്കാനും ക്യാഷ് മാനേജ് ചെയ്യാനുള്ള കഴിവെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഒരു ആഹാരം ഉണ്ടാക്കിയാൽ അത് എല്ലാവർക്കും തുല്യമായി വീതിക്കാനായിട്ട് ശരിക്കും സ്ത്രീകൾക്ക് തന്നെയല്ലേ പറ്റുന്നത്. എല്ലാ കാര്യങ്ങളും ശരിക്കും പറഞ്ഞാൽ മാനേജ് ചെയ്യാൻ അവൾക്കൊരു പ്രത്യേക കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട്. ചിലർ പറയും സ്ത്രീകൾക്ക് ഭയങ്കരമായിട്ട്
എന്താ പറയുക ചിലവാക്കാനായിട്ട് അവൾക്ക് ആഭരണങ്ങൾക്കും അല്ലെങ്കിൽ മേക്കപ്പിനും അതിനും ഇതിനുമായിട്ട് ഒരുപാട് പണം ചിലവാക്കുന്നു, അവളെ കൊണ്ട് പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷേ നമ്മുടെ വരവും ചിലവും കാര്യങ്ങൾ അവളെ കൂടി പറഞ്ഞ് മനസ്സിലാക്കി അവളെ കൂടി ഒന്ന് പാർട്ട്ണറാക്കി നോക്കൂ. ലൈഫ് പാർട്ട്ണറാണ്. നമ്മൾ ബിസിനസ് പാർട്ട്ണറാണെങ്കിൽ എല്ലാ കാര്യങ്ങളും പരസ്പരം പറഞ്ഞുകൊണ്ടല്ലേ ചെയ്യാറ്. പരസ്പരം അറിയുന്നില്ലേ നമ്മുടെ വരവും ചിലവും എല്ലാം ഒരു ബിസിനസ് പാർട്ട്ണർ അറിയുന്നില്ലേ. അല്ല ഒരാൾ തന്നെയല്ലല്ലോ മാനേജ് ചെയ്യുന്നത്. അതുപോലെ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറെ ശരിക്കും ലൈഫ് പാർട്ട്ണറായിട്ട് കാണും. വെറും സ്ത്രീയായിട്ട്, വെറും പെണ്ണാണ് നീ എന്നുള്ള രീതിയിൽ കാണാതെ അവളുടെ മനസ്സിനെ കൂടി കാണാൻ ശ്രമിക്കൂ. അവളെ കൂട്ടത്തിൽ നിർത്തൂ, ഒപ്പം നിർത്തൂ, തോളോട് തോൾ ചേർന്ന് ജീവിക്കൂ. അപ്പോൾ ഇന്നത്തെ ജനറേഷൻ അങ്ങനെയൊന്ന് ജീവിച്ചു തുടങ്ങിയാൽ നാളത്തെ പെൺകുട്ടികൾ കല്യാണം വേണ്ടാന്ന് ഒരിക്കലും പറയില്ല. കല്യാണം ആഗ്രഹിക്കുന്ന അത് തന്നെയാണ് പെണ്ണുങ്ങളുടെ മനസ്സെന്ന് പറഞ്ഞാൽ. കുടുംബം ആഗ്രഹിക്കുന്ന ഒരു മനസ്സ് തന്നെയാണ്, ഭർത്താവ് കുട്ടികൾ അവരെ കാത്തിരിക്കുന്ന ഒരു മനസ്സ് തന്നെയാണ് എല്ലാ സ്ത്രീകൾക്കും ദൈവം കൊടുത്തിട്ടുള്ളത്. പിന്നെ അമ്മമാർ, ചേച്ചിമാർ, കൂട്ടുകാരും ഒക്കെ അനുഭവിച്ച വിഷമങ്ങൾ അത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കരുത് എന്നുള്ള ഒരു ഇതുകൊണ്ട് ഉണ്ടായിപ്പോകുന്ന ഒരു മാനസികാവസ്ഥ മാത്രമാണ് എനിക്ക് കല്യാണം വേണ്ട, അതിന് നല്ലത് ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ് എന്നുള്ളൊരു തോന്നൽ. അത് മാറ്റിയെടുക്കാനായിട്ട് നല്ലൊരു ജനറേഷനെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. എല്ലാവർക്കും സാധിക്കട്ടെ. ഹാപ്പി ലൈഫ്.